വീശുന്ന രാഷ്ട്രീയക്കാറ്റ് അത് തനിക്കെതിരെ തിരിയാതിരിക്കാനുള്ള എല്ലാ മുന്നറിയിപ്പുകളും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നടത്തി കഴിഞ്ഞു. വല്ലപ്പോഴുമോ വർഷത്തിലോ അല്ല, ആഴ്ചയിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ് സ്റ്റാലിൻ. ഇതാ വനിതാ പോലീസുകാർക്ക് ഒരു വർഷത്തെ പ്രസവ അവധി പ്രഖ്യാപിച്ച തമിഴ്നാട് സർക്കാർ. നേരത്തെ 9 മാസമായിരുന്നു പ്രസവ അവധിയെങ്കിൽ അവധിക്ക് ശേഷം ജോലി പുനരാരംഭിച്ചാൽ കുട്ടികളെ വളർത്തുന്നതിനായി 3 വർഷത്തേക്ക് വരെ ഇഷ്ടമുള്ള സ്ഥലത്ത് നിയമിക്കാനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു കഴിഞ്ഞു. 2021 DMK അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാർ ജീവനക്കാരുടെ പ്രസവാവധി 9 മാസത്തിൽ നിന്നും 1 വർഷമായി ഉയർത്തിയിരുന്നു. കൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സൈബർ കുറ്റകൃത്യങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും വനിതാ പോലീസിന്റെ പ്രൊഫഷണൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. മികച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രപതിയുടെ മെഡലുകളും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മെഡലുകളും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മെഡലുകളും രാജരത്നം സ്റ്റേഡിയത്തിൽ വെച്ച് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു. ഇതിനു മുൻപ് പ്രതിമാസം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 1000 രൂപ നൽകുമെന്ന പ്രഖ്യാപനത്തിന് ശേഷം സ്റ്റാലിൻ അടുത്ത സമ്മാനമായി വന്നിരുന്നു. തമിഴ്നാട്ടിലെ മരുന്ന് വിതരണം ചെയ്യുന്നത് സബ്സിഡി നിരക്കിൽ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. അടുത്ത വർഷം പൊങ്കലിന് ശേഷം സംസ്ഥാനത്ത് സബ്സിഡി നിരക്കിൽ മരുന്ന് വിതരണം ചെയ്യുന്ന 1000 ഫാർമസികൾ തുറക്കുമെന്നാണ് സ്റ്റാലിന്റെ ഉറപ്പ്. ഈ ഫാർമസികൾ മുതൽവർ മരുന്ന് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ഫാർമസികൾക്കും സഹകരണ സംഘങ്ങൾക്കും സർക്കാർ 3 ലക്ഷം രൂപ വരെ വായ്പ സബ്സിഡി അനുവദിക്കും. ജനറ്റിക് മരുന്നുകളും മറ്റു മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കൂടാതെ 2026 ആകുമ്പോഴേക്കും ഗവൺമെന്റ് മേഖലയിലെ 75,000 തൊഴിലവസരങ്ങൾ നികത്തുമെന്നും സ്റ്റാലിൻ തന്റെ പ്രസംഗത്തിൽ അവകാശപ്പെട്ടിരുന്നതാണ്. സായുധ സേനയിൽ നിന്ന് വിരമിച്ചവർക്ക് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനായി 1 കോടി രൂപ വായ്പ നൽകുന്ന മുതൽവൻ വരിൻ കാക്കും കരങ്ങൾ എന്ന പേരിൽ മറ്റൊരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2021 തമിഴ്നാട് മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷം MK സ്റ്റാലിൻ ഒരാഴ്ചക്കിടെ പ്രഖ്യാപിക്കുന്ന രണ്ടാമത്തെ ജനകീയ പദ്ധതിയായിരുന്നു മുതൽവർ മരുന്ന്. കഴിഞ്ഞ ദിവസം തമിഴ് മുതൽവൻ എന്ന പേരിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി പദ്ധതി ഒരുക്കിയിരുന്നു. തമിഴ്നാട്ടിലെ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും മാസം തോറും 1000 രൂപയുടെ ഗ്രാന്റ് ആണ് ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്തെ 3.28 ലക്ഷം വരുന്ന ആൺകുട്ടികൾക്കായിരുന്നു ഈ പദ്ധതി വഴി പണം ലഭിക്കുക. പദ്ധതി നടപ്പിലാക്കുന്നതിനായി സർക്കാർ 360 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് എന്നും സ്റ്റാലിൻ പറയുകയുണ്ടായി. പദ്ധതിയുടെ ആദ്യ ഘടു പദ്ധതി പ്രഖ്യാപിച്ച ആഴ്ചയിൽ തന്നെ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നു. പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ ഗ്രാന്റ് നൽകുന്ന പുതുമൈ പെൺ എന്ന പദ്ധതി കഴിഞ്ഞ വർഷം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതുകൂടാതെ സ്റ്റാലിൻ നടത്തിവരുന്ന സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നിങ്ങനെ നിരവധി ആനുകൂല്യങ്ങളും പദ്ധതികളും സ്റ്റാലിൻ തമിഴ്നാടിനെ സമർപ്പിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ആരോഗ്യരംഗത്ത് കൂടി ആനുകൂല്യങ്ങൾ നൽകിയാലേ ഒരു ജനതയുടെ ഉയർച്ചയ്ക്ക് സഹായകമാകൂ എന്ന തിരിച്ചറിവുള്ള മുഖ്യമന്ത്രിയാണ് സ്റ്റാലിൻ. ഇപ്പോൾ വനിതാ പോലീസുകാരെ കൂടി ഒപ്പം ചേർത്ത് പല സർക്കാരുകൾക്കും ഒരു മാതൃക സൃഷ്ടിക്കുകയാണ്.